ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വളരെയധികം ആത്മബന്ധം അച്ഛൻ പുലർത്തുന്ന ഒരു വിശുദ്ധനെ കുറിച്ചാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. റോമിൽ തിയോളജി പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ പഠിക്കാൻ വിഷമം, പ്രാർത്ഥിക്കാൻ തടസ്സങ്ങളെല്ലാം ഉണ്ടായിരുന്നപ്പോൾ മിക്ക ആഴ്ചകളിലും ഈ വിശുദ്ധൻ്റെ കബറിടത്തിൽ പോയി ഇരിക്കുമായിരുന്നു. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. കുറേ കഴിയുമ്പോൾ ഒരു മനസ്സമാധാനം, ഒരു സഹായം എന്നും അത് ലഭിച്ചിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെക്കുറിച്ചാണ്. മത്തായി സുവിശേഷം 4:4 കർത്താവ് പിശാചിനോട് പറഞ്ഞു വെക്കുന്ന ഒരു വാചകമുണ്ട്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടുമാണ്, വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. പുറമേയുള്ള സാഹചര്യം എങ്ങനെയും ആയിക്കൊള്ളട്ടെ, ഈശോ ഉണ്ടെങ്കിൽ, സർവ്വതിലും ഈശോയെ കാണാൻ സാധിച്ചാൽ എല്ലാം നിസ്സാരമാണെന്ന് വിശുദ്ധൻ പറഞ്ഞു തരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ അമ്മയെയും ജ്യേഷ്ഠനെയും പിന്നീട് അപ്പനെയും നഷ്ടപ്പെട്ടു. കരിങ്കൽ ക്വാറിയിലും ബേക്കറിയിലുമെല്ലാം ജോലി ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മളോട് ഏറെ അടുത്തായി ഈ വിശുദ്ധൻ നിൽക്കുന്നത്. ഇത്രയും വേദനയിലൂടെ കടന്നുപോയ ഒരു മനുഷ്യൻ പിന്നീട് പത്രോസിൻ്റെ സിംഹാസനത്തിൽ വർഷങ്ങളോളം 27ഓളം വർഷങ്ങൾ ചിലവഴിച്ചു. ചരിത്രത്തിൽ 3 മാർപ്പാപ്പമാരെ മാത്രമേ മഹാൻ എന്ന് ചേർത്ത് വിശേഷിപ്പിക്കാറുള്ളൂ. മഹാനായ ലിയോ ഒന്നാമൻ മാർപ്പാപ്പ, മഹാനായ നിക്കോളാസ് ഒന്നാമൻ മാർപ്പാപ്പ, മഹാനായ ഗ്രിഗറി ഒന്നാമൻ മാർപ്പാപ്പ. അച്ഛനിഷ്ടം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ മഹാനായ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എന്ന് വിശേഷിപ്പിക്കാനാണ്. നമ്മൾ കേൾക്കാൻ പോവുകയാണ്. പ്രാർത്ഥനാപൂർവം ഈ വിശുദ്ധൻ്റെ അത്ഭുത ചരിത്രത്തിലേക്ക് നമുക്ക് നീങ്ങാം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 27 വർഷം വിശുദ്ധ പത്രോസിൻ്റെ പിൻഗാമി, 1338 വാഴ്ത്തപ്പെട്ടവർ, 482 വിശുദ്ധർ, വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി വേദപാരംഗത, 14 ചാക്രിക ലേഖനങ്ങൾ, 15 അപ്പസ്തോലിക ഉത്ബോധനങ്ങൾ, 11 അപ്പസ്തോലിക നിയമസംഹിതകൾ, 45 അപ്പസ്തോലിക ലേഖനങ്ങൾ. തീർത്ഥാടകനായ പാപ്പ, 104 രാജ്യങ്ങളിൽ സ്നേഹ സന്ദർശനം, കുടുംബങ്ങളുടെ പാപ്പ, 1994 അഖില ലോക കുടുംബ സമ്മേളനം, 19 യുവജന സമ്മേളനങ്ങൾ. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും എളിമയുടെയും ഒരു പൂർണ്ണരൂപം, ഒരു സ്നേഹമാതൃക. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1920 മെയ് മാസം 18 പോളണ്ടിലെ ക്രക്കോവിയായിൽ ആ പുണ്യതാരകം ഉദിച്ചുയർന്നു. നന്മ നിറഞ്ഞ ദൈവവിശ്വാസികളായിരുന്ന മാതാപിതാക്കൾ ക്രൈസ്തവ രൂപീകരണം നൽകി കരോൾ ജോസഫ് വോയ്റ്റീവ എന്ന നാമധാരിയായ ആ പുണ്യ ശിശുവിനെ വളർത്തിക്കൊണ്ടുവന്നു. 21 വയസ്സായപ്പോഴേക്കും സഹോദരങ്ങളെയും മാതാപിതാക്കളെയും എല്ലാം നഷ്ടപ്പെട്ട് ഒരു അനാഥനായി തീർന്നിരുന്നു അദ്ദേഹം. 2ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ജീവിക്കുവാനായി പാറമടയിലും കെമിക്കൽ കമ്പനിയിലുമെല്ലാം അദ്ദേഹം ജോലി ചെയ്യുവാൻ നിർബന്ധിതനായി. എവിടെയും താങ്ങായത് അചഞ്ചലമായ ദൈവവിശ്വാസവും തൻ്റെ സുഹൃത്ത് ബന്ധങ്ങളുമായിരുന്നു. 1942 തൻ്റെ 22ാമത്തെ വയസ്സിൽ അദ്ദേഹം തൻ്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ് സെമിനാരിയിൽ പ്രവേശിച്ചു. 1946 നവംബർ മാസം 1 ഒരു പുരോഹിതനായി അഭിഷിക്തനായി. വിശ്വാസം കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ വീക്ഷണത്തിൽ എന്ന വിഷയത്തിൽ അദ്ദേഹം പിന്നീട് റോമിൽ വെച്ച് ഡോക്ടറേറ്റ് നേടി. 1958 ജൂലൈ മാസം 4 ഓംബി രൂപതയുടെ സ്ഥാനിക മെത്രാനായും ക്രക്കോവിയ രൂപതയുടെ സഹായ മെത്രാനായും അദ്ദേഹം നിയമിതനായി. ഏറെ താമസിയാതെ 1958 സെപ്റ്റംബർ മാസം 28 അദ്ദേഹം ക്രക്കോവിയായുടെ മെത്രാനായും ഉയർത്തപ്പെട്ടു. പിന്നീട് പോൾ 6 മാർപ്പാപ്പ 1964 അദ്ദേഹത്തെ ക്രാക്കോവിയായിലെ മെത്രാപോലിത്തായും 1967 ജൂൺ മാസം 26 കർദിനാളായും ഉയർത്തി. പിന്നീട് 1978 ഒക്ടോബർ മാസത്തിൽ കർദിനാൾമാരുടെ സംഘം കരോൾ ജോസഫ് വോയ്റ്റീവായെ തിരുസഭയുടെ 264ാമത്തെ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തു. നീണ്ട 27 വർഷം പത്രോസിൻ്റെ പിൻഗാമിയായി തിരുസഭയെ നയിച്ച, ദൈവമക്കളെ സ്നേഹിച്ച,
ദൈവമക്കൾക്ക് ഒരു ഉത്തമ മാതൃകയായി തീർന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 2005 ഏപ്രിൽ മാസം 2-ാം തീയതി സ്വർഗ സമ്മാനത്തിനായി യാത്രയായി. ഉദ്ധാന തിരുനാൾ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയെ കരുണയുടെ തിരുനാൾ ദിനമാക്കി ഉയർത്തിയ മാർപ്പാപ്പ ആ കരുണയുടെ ദിനത്തിൽ തന്നെയായിരുന്നു ഇഹലോകവാസം വെടിഞ്ഞത്. ഞങ്ങൾക്കല്ല കർത്താവേ, അങ്ങയുടെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ എന്ന തിരുവചനം പോലെ ദൈവമഹത്വത്തിനായി ജീവിച്ച വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മാതൃക ഓരോ ദൈവ പൈതലിനും മാതൃകയും പ്രചോദനവുമാകട്ടെ. വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം തേടിക്കൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്കൊരാശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം യാചിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.